Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 8ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി സിൽ ബിമാ യുനാസിബു, അനുയോജ്യമായി ചേർത്തെഴുതുക. തൊട്ടപ്പുറത്ത് കാണാം ഒരു പെട്ടിക്കോത്തിൽ കുറച്ച് വേർഡ്. ഫി ഷഅബാന ഉമ്മു റോമാന ഫാത്തിമത്ത് ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻതു ഉമർ റളിയല്ലാഹു അൻഹും ഇസ്ഹാഖുൽ മുഅ്തമിന സമാനിയത്തും വൈശറൂന സിത്തു സിനീൻ. അപ്പോൾ ഇവ തൊട്ടപ്പുറത്തുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകളാണ്. ഓരോന്നിനോടെയും അനുയോജ്യമായത് ചേർത്തെടുത്ത് എഴുതുക. 1. സൗജു സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മഹദിയായിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. ആൻസർ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്നവരായിരുന്നു മഹദിയുടെ ഭർത്താവ്. 2. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ. ആൻസർ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്നു. 3. മാതത്ത് ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ വഫാത്തായി. ഫി ഷഅബാന, ഷഅബാൻ മാസത്തിൽ. 4. ഉമ്മു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. ആൻസർ ഉമ്മു റോമാൻ എന്നവരായിരുന്നു. 5. സയ്യിദത്തു നിസാഉൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. ആൻസർ ഫാത്തിമത്ത് ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ നാളെ സ്ത്രീകളുടെ നേതാവ്. 2. സിന്നു ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇന്ദ തസ്വീജി, ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹ സമയത്തുണ്ടായിരുന്ന വയസ്സ്. ആൻസർ സിത്തു സിനീൻ, 6 വയസ്സായിരുന്നു. 7. സിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയസ്സ്. സമാനിയത്തുൻ വൈശറൂന, 28 വയസ്സായിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മിം, പൂർത്തീകരിക്കാം. 1. കാനത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ അഫ്ഖഹൻ നാസി വ അലമൻ നാസി ഡാഷ്. ആൻസർ വ അഹ്സനൻ നാസി റഅയൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഫിഖ് അറിയുന്നവരും ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവരും നല്ല അഭിപ്രായത്താൽ ജനങ്ങളിൽ ഏറ്റവും നല്ലവരും ആയിരുന്നു. 2. ഫഖാലത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ലാ ഉഫ്തിറു വ കുൻതു അസ്അലുല്ലാഹ അൻ നൽഖാഹു ഡാഷ്. ആൻസർ വ അന സ്വായിമത്തൻ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കുകയില്ല. ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഞാൻ നോമ്പുകാരി ആയിരിക്കെ അവനെ കണ്ടുമുട്ടാൻ. 3. ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു തഖദ്ദം യാ അബാ ബക്രിൻ ഫസല്ല അലൈഹ ഡാഷ് വദുഫ്നത്ത് ലൈലൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്കൾ മുന്നോട്ട് നിൽക്കൂ. അപ്പോൾ അദ്ദേഹം അവരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. രാത്രിയിലാണ് മഹദിയെ മറവ് ചെയ്തത്. 4. കാനത്ത് ഖദീജത്തു റളിയല്ലാഹു അൻഹ ഇംറഅത്തൻ ജമീലത്തൻ താജിറത്തൻ ദാത്ത ഷറഫിൻ വ മാലിൻ. ആൻസർ ഷറഫിൻ വ മാലിൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു ഭംഗിയുള്ള സ്ത്രീയായിരുന്നു. താജിറത്തൻ കച്ചവടക്കാരിയായ. ദാത്ത ഷറഫിൻ പ്രതാപമുടയവളുമായ. വ മാലിൻ സമ്പത്തുള്ളവരുമായ സ്ത്രീയായിരുന്നു മഹദിയായിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലൻ മുഅദ്ദബൻ അശദ്ദൽ അദാബി ഡാഷ് ഫസ്തറാഹു ഫഅതഖഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു ബിലാൽ എന്നവരെ
മുഅദ്ദബൻ അശദ്ദൽ അദാബി, ശക്തമായി ശിക്ഷിക്കുന്നവരായിട്ട് അദ്ദേഹത്തെ കണ്ടു. ഫസ്തറാഹു, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി. ഫഅതഖഹു, അങ്ങനെ അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. 2. ഖാല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇന്ന ഹഉലാഇ യഖൂലൂന ഫി ഈസ ഡാഷ് ഗൈറ മാ തഖൂലു. ഖാല അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹഉലാഇ, തീർച്ചയായിട്ടും ഈ കൂട്ടക്കാർ, യഖൂലൂന, അവർ പറയുന്നു, ഫി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ, ഗൈറ മാ തഖൂലു, താങ്കൾ പറയുന്നത് അല്ലാത്ത ഒന്നിനെ, താങ്കൾ പറയാത്ത കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് ഇവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എങ്ങാണ്ട് പറയുന്നത്. 3-ാമത്തെ ആക്ടിവിറ്റി ബയ്യിൻ അർബഅ, 4 വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. താരീഖ് വഫാത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ തീയതി. ആൻസർ സനത്ത് 20, ഹിജ്റ 20. 2. ഇസ്മു അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്. ആൻസർ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. 3. താരീഖു തസവ്വുജി ഹഫ്സ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്ത ഡേറ്റ്. ആൻസർ സനത്ത് 30, ഹിജ്റ 3-ാം വർഷം. 4. മൻ സല്ല അല ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലിൽ നിസ്കരിച്ചത് ആരാണ്? ആൻസർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് മഹദിയുടെ മയ്യിത്ത് നിസ്കാരം നിസ്കരിച്ചത് എന്നർത്ഥം. 5. സിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സെത്രയായിരുന്നു? ആൻസർ 25 സന, 25 വയസ്സായിരുന്നു. 4-ാമത്തെ ആക്ടിവിറ്റി അജിബ്, ഉത്തരം എഴുതാം. 1. മാ സബബു ത്വലബി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുറൂജ ഇൽ ഷാമി, ഷാമിലേക്ക് പുറപ്പെടാൻ വേണ്ടി മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടാനുണ്ടായ കാരണം എന്താണ്? ആൻസർ ലി അന്നഹ അലിമത്ത് സിദ്ഖുഹു വ ഹുസ്നു അഖ്ലാഖിഹി, ലി അന്നഹ, തീർച്ചയായിട്ടും മഹദി അലിമത്ത് സിദ്ഖുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയെ മനസ്സിലാക്കി, വ ഹുസ്ന അഖ്ലാഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽ സ്വഭാവത്തെയും. 2. അസ്വഹാബിയു മൻ ഹുവ, ആർക്കാണ് സ്വഹാബി എന്ന് പറയുക? ആൻസർ മനിജ്തമഅ മുഅ്മിനൻ ബിനബിയ്യിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബദനിഹി വലഹു ലഹ്ലതൻ, മനിജ്തമഅ മുഅ്മിനൻ, മുഅ്മിനായ രീതിയിൽ ഒരുമിച്ച് കൂടിയ ആൾക്ക്, ബിനബിയ്യിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ മുഅ്മിനായ രീതിയിൽ സ്വന്തം ശരീരത്തോടു കൂടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് എന്ത് പറയാം? സ്വഹാബി എന്ന് പറയാം. വലഹു ലഹ്ലതൻ, അതൊരു സെക്കൻഡാണെങ്കിൽ പോലും പിന്നെ തങ്ങളുടെ സന്നിധിയിൽ വിശ്വസിച്ചതായ രീതിയിൽ ഒരു സെക്കൻഡ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അധികം അവർക്ക് സഹാബി എന്ന് പറയപ്പെടും. 3. മത അസ്ലമ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് മുസ്ലിം ആയത്? ഫിസ് സനത്തി സാനിയത്തി മിനൽ ബഅസത്തി, പ്രവാചക നിയോഗത്തിൻ്റെ 2-ാം വർഷം. 4. കം അദദ് മൻ ഷഹിദ മിനൽ മലായികത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ അവസരത്തിൽ എത്ര മലക്കുകൾ അവരെ സന്നിഹിതരായി, സാക്ഷികളായി? ആൻസർ 70,000 മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്ന് 70,000 മലക്കുകൾ. 5. മാദാ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഹീന ഖാല ഇബ്നു മസ്ഊദ് ഹാദാ റഅ്സു റഈസുൽ അഅദാ, മാദാ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഹീന ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസരത്തിൽ, എന്ത് പറഞ്ഞപ്പോൾ? ഹാദാ റഅ്സു റഈസുൽ അഅദാ, ഇത് ശത്രുക്കളുടെ തലയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ആൻസർ ഹാദാ സിർറു മാ ലഹിഖ്തു ഫൽ ഉദ്നു ബിൽ ഉദ്നി വറഉസു സായിദുൻ, ഇതാണ് ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യം, ചെവിക്ക് പകരം ചെവി, തല കൂടുതലാണ്. 5-ാമത്തെ ആക്ടിവിറ്റി മലിൽ ഖായിലു, ആരാണ് പറഞ്ഞത്? ഉമ്മുൽ ഫദ്ൽ ഹാമിലുൻ, ഉമ്മുൽ ഫദ്ൽ ഗർഭിണിയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ആൻസർ അബ്ബാസ് റളിയല്ലാഹു അൻഹു. 2. ലഅല്ലല്ലാഹു അൻ യുഖിറ അഅ്യുനകും, 2. അള്ളാഹു നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകിയേക്കാം, ഇതാരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
3 മാ റഅയ്തു ഔറഅ മിൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനേക്കാൾ താഴ്മയുള്ള ഒരാളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ആരാണ് പറഞ്ഞത്? മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്നവരാണ് പറഞ്ഞത്. 4 അബൂബക്കറിൻ സയ്യിദുന വഅതക സയ്യിദന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളുടെ നേതാവാണ്, നമ്മിൽ പ്രമുഖനെ അദ്ദേഹം മോചിപ്പിച്ചു. 5 വയഹക്കും ഇൻ ഹസംതും അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഹക്കും നിങ്ങൾക്ക് നാശം, ഇൻ ഹസംതും അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ? ഇത് പറഞ്ഞത് ആൻസർ സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. 6ാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂർത്തീകരിക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബ്ദലനി ഡാഷ് മിൻ ഖദീജത്തിൻ. ആൻസർ അല്ലാഹു ഖൈറൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉത്തമരായ ഒരാളെയും അള്ളാഹു എനിക്ക് പകരമാക്കിയിട്ടില്ല. വക്കാനത്ത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ അഹബ്ബ ഡാഷ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു. ഖാല അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഹബ്ബു ഇലൈക. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൻ നാസി അഹബ്ബു ഇലൈക നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ്? ഖാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖുൽതു ഞാൻ ചോദിച്ചു, വമിന റിജാലി പുരുഷന്മാരിൽ നിന്ന് ആരാണ്? ഖാല നബി തങ്ങൾ പറഞ്ഞു, അബൂഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. 7ാമത്തെ ആക്ടിവിറ്റി തർജിം. കാനത്ത് സയ്യിദത്തു നഫീസത്തു ദാത മാരിൻ ഫകാനത്ത് തുഹ്സിനു ഇല സംനി വൽ മർള വ ഉമൂമിൻ നാസി. നഫീസ ബീവി റളിയല്ലാഹു അൻഹ നല്ല സമ്പന്നയായിരുന്നു. ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.